ലല്ലൂസ് വേൾഡിൻ്റെ ബെസ്റ്റ് ഫോർ യുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് JSA എക്സാമിന് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ വാട്ടർ പൊല്യൂഷനിലെ ചില MCQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ് റിഗാർഡിംഗ് പെർമനൻറ്റ് ഹാർഡ്നെസ്? ആൻസർ ഓപ്ഷൻ എ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കാർബണേറ്റ് ഹാർഡ്നെസ്. സോ പെർമനൻറ്റ് ഹാർഡ്നെസ്സിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ കാർബണേറ്റ് ഹാർഡ്നെസ്. ശരിക്കും പെർമനൻറ്റ് ഹാർഡ്നെസ് നോൺ കാർബണേറ്റ് ഹാർഡ്നെസ് എന്നാണ് അറിയപ്പെടുന്നത്. സോ ദ ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കാർബണേറ്റ്സ്, ബൈകാർബണേറ്റ്സ്, ക്ലോറൈഡ്സ്, സൾഫൈഡ്സ് ആൻഡ് നൈട്രേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും കാർബണേറ്റ്സ്, ബൈകാർബണേറ്റ്സ്, ക്ലോറൈഡ്സ്, സൾഫേറ്റ്സ്, നൈട്രേറ്റ്സ് ഒക്കെ കാരണമാണ് വാട്ടറിൽ ഹാർഡ്നെസ് ഉണ്ടാകുന്നത്. ദീസ് സോൾട്സ് ഡിസോൾവ് ഇൻ വാട്ടർ വെൻ ഇറ്റ് പാസസ് ത്രൂ ദി ഗ്രൗണ്ട് ഓർ റോക്സ്. This hard water does not produce lather because the cations present in hard water react with soap to form insoluble precipitates. ഹാർഡ് വാട്ടറിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് എന്താണ്? ഇത് ലേതർ ഫോം ചെയ്യില്ല. ലേതർ എന്ന് പറഞ്ഞാൽ എന്താണ്? പതയാണ്. കാരണം ഈ ഹാർഡ് വാട്ടറിലുള്ള ഈ പറഞ്ഞ സോൾട്സ് എല്ലാം എന്താണ്? സോപ്പുമായിട്ട് റിയാക്ട് ചെയ്ത് ഇൻസോൾബിൾ പ്രസിപ്പിറ്റേറ്റ്സ് ഫോം ചെയ്യും. അതുകൊണ്ടാണ് ഹാർഡ് വാട്ടർ ലേതർ ഫോം ചെയ്യാത്തത്. അതുപോലെ ഈ ഹാർഡ് വാട്ടർ ഈസ് unsuitable for laundry, washing and dyeing, also harmful for steam boilers. ഹാർഡ് വാട്ടർ നമ്മൾ എന്താണ് വാഷിംഗ് പർപ്പസ്, അതുപോലെ ലോണ്ട്രി പർപ്പസ്, സ്റ്റീം ബോയിലേഴ്സിലൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. കാരണം എന്താണ്? ഇപ്പോൾ വാഷിംഗ് പർപ്പസിൽ ഇത് എത്ര നമ്മൾ സോപ്പിട്ടാലും ഇതിൽ പതയില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ലോണ്ട്രി പർപ്പസിനൊന്നും ഇത് യൂസ് ചെയ്യാറില്ല. ദെൻ ദിസ് ഹാർഡ്നെസ് can be classified into two, temporary and permanent hardness. Temporary or carbonate hardness is due to the presence of carbonates and bicarbonates of calcium and magnesium, and this temporary hardness can be removed by boiling. This permanent or non-carbonate hardness is due to the presence of chlorides, sulfates and nitrates of calcium and magnesium, and this permanent hardness can be removed by zeolite or iron exchange process, lime soda process, demineralization. അതായത് ഹാർഡ്നെസ്സിൽ തന്നെ എന്തൊക്കെയുണ്ട്? ടെമ്പററി ഹാർഡ്നെസ് ഉണ്ട്, അതുപോലെ പെർമനൻറ്റ് ഹാർഡ്നെസ്സും ഉണ്ട്. ടെമ്പററി ഹാർഡ്നെസ്സിനെ പറയുന്ന വേറൊരു പേരാണ് കാർബണേറ്റ് ഹാർഡ്നെസ്. എന്തുകൊണ്ടാണ് ഈ ടെമ്പററി ഹാർഡ്നെസ് വരുന്നത്? ടെമ്പററി ഹാർഡ്നെസ് വരാനുള്ള കാരണം കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും കാർബണേറ്റ്സും ബൈകാർബണേറ്റ്സും കാരണമാണ് എന്താണ് ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടാകുന്നത്. ടെമ്പററി ഹാർഡ്നെസ് നമുക്ക് ബോയിലിംഗ് കൊണ്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ദെൻ പെർമനൻറ്റ് ഓർ നോൺ കാർബണേറ്റ് ഹാർഡ്നെസ്. പെർമനൻറ്റ് ഹാർഡ്നെസ്സിനെ അറിയപ്പെടുന്നതാണ് നോൺ കാർബണേറ്റ് ഹാർഡ്നെസ് എന്ന്. ഇതെന്തുകൊണ്ടാണ് വരുന്നത്? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ക്ലോറൈഡ്സ്, സൾഫേറ്റ്സ് ആൻഡ് നൈട്രേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. ദെൻ ഈ പെർമനൻറ്റ് ഹാർഡ്നെസ്സിനെ നമുക്ക് ബോയിലിംഗ് പോലെ റിമൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പം പെർമനൻറ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യുന്ന മെത്തേഡ്സാണ് സിയോലൈറ്റ് ഓർ അയൺ എക്സ്ചേഞ്ച് പ്രോസസ്, ലൈം സോഡ പ്രോസസ് ആൻഡ് ഡീമിനറലൈസേഷൻ. Next question, Itai disease is caused by? Answer option B, cadmium poisoning. So Itai disease is caused by cadmium poisoning. The source of cadmium poisoning includes industrial discharge, mining waste, metal plating, water pipes. The outbreak of cadmium poisoning occurred in Japan, and the disease caused due to cadmium poisoning is known as Itai or ouch disease. The main symptom is bones became fragile. Cadmium occurs in nature in association with zinc minerals. It replaces zinc biochemically, and the symptoms include high blood pressure, kidney damage, destruction of testicular tissue and red blood cells, toxicity to aquatic biota. അതായത് ഈ കാഡ്മിയം പൊല്യൂഷൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്ന ഡിസ്ചാർജ്, അതുപോലെ മൈനിങ് വേസ്റ്റ്, മെറ്റൽ പ്ലേറ്റിംഗ്, വാട്ടർ പൈപ്സ്, ഇതൊക്കെയാണ്. ദെൻ കാഡ്മിയം പൊല്യൂഷൻ്റെ ഔട്ട്ബ്രേക്ക് ഉണ്ടായത് ജപ്പാനിലാണ്.
ഈ കാഡ്മിയം പോയ്സണിങ് കാരണം ഉണ്ടാകുന്ന ഡിസീസിനെയാണ് ഇറ്റായി അല്ലെങ്കിൽ ഔച്ച് ഡിസീസ് എന്ന് പറയുന്നത്. മെയിൻ സിംറ്റം എന്ന് പറയുന്നത് ഈ ബോൺസ് എല്ലാം ഫ്രജൈലാകും, അതായത് പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ. ദെൻ നേച്ചറിൽ കാഡ്മിയം എപ്പോഴും സിങ്കിൻ്റെ കൂടെയാണ് കാണപ്പെടുന്നത്. ഇറ്റ് ഓക്കേഴ്സ് ഇൻ നേച്ചർ ഇൻ അസോസിയേഷൻ വിത്ത് സിങ്ക് മിനറൽസ്. അപ്പം ഈ ഡിസീസ് വരുമ്പോഴത്തേക്കും ഇത് ബയോകെമിക്കലി സിങ്കിനെ റിമൂവ് ചെയ്യും. അങ്ങനെ ഈ പറയുന്ന സിംറ്റംസ് എല്ലാം ഉണ്ടാകും. അതായത് ഹൈ ബ്ലഡ് പ്രഷർ, കിഡ്നി ഡാമേജ്, RBC ഡിസ്ട്രക്ഷൻ, ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടാകും. ഇതെല്ലാം അക്വാട്ടിക് ലൈഫിന് ടോക്സിക് ആണ്. നെക്സ്റ്റ്, സോഴ്സ് ഓഫ് ലെഡ് പോയ്സണിങ് ഇൻക്ലൂഡ് ഇൻഡസ്ട്രി, മൈനിങ്, പ്ലംബിംഗ്, കോൾ, ഗ്യാസോലൈൻ. And it causes damage to liver and kidney, reduction in hemoglobin formation, mental retardation, and abnormalities in fertility and pregnancy. This chronic lead poisoning may cause 3 general disease syndromes. First one, gastrointestinal disorder, then neuromuscular effects or lapsy, then central nervous system effects or CNS syndrome, and it finally result to കോമ ആൻഡ് ഡെത്ത്. ലെഡ് പോയ്സണിങ്ങിൻ്റെ സോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡസ്ട്രി, മൈനിങ്, പ്ലംബിംഗ്, കോൾ, ഗ്യാസോലൈൻ. ഗ്യാസോലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓട്ടോമൊബൈൽസ് യൂസ് ചെയ്യുന്ന ഫ്യൂവലാണ്. ഏറ്റവും ലെഡ് പൊല്യൂഷനിൽ ഏറ്റവും മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ഗ്യാസോലൈനാണ്. അതുപോലെ ഇതെന്താണ്? നമ്മുടെ ലിവറിനും കിഡ്നിക്കൊക്കെ ഡാമേജ് ഉണ്ടാക്കും. അതുപോലെ ഹീമോഗ്ലോബിൻ ഫോർമേഷൻ റെഡ്യൂസ് ചെയ്യും. ദെൻ മെൻ്റൽ റിട്ടാർഡേഷൻ, അതുപോലെ ഫെർട്ടിലിറ്റി, പ്രഗ്നൻസിയിലെല്ലാം അബ്നോർമാലിറ്റീസ് ഉണ്ടാക്കും. ക്രോണിക് ലെഡ് പോയ്സണിങ്ങിൽ ജനറലായിട്ട് 3 സിംറ്റംസാണ് പറയുന്നത്. ഫസ്റ്റ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ഡിസോർഡർ, ദെൻ അതുപോലെ ന്യൂറോ മസ്കുലർ എഫക്റ്റ്, അതിനെ ലെഡ് ലാപ്സി എന്നും അറിയപ്പെടുന്നു. ദെൻ CNS സിൻഡ്രോം അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം എഫക്ട്സ് എന്ന് പറയും. അപ്പം ഈ 3 സിംറ്റംസാണ് ജനറലി ഈ ക്രോണിക് ലെഡ് പോയ്സണിങ് ഉണ്ടാകുമ്പോൾ വരുന്നത്. ഇതങ്ങനെ ഫൈനലി എന്ത് ചെയ്യും? കോമയിലോട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവും. അങ്ങനെ ഡെത്ത് സംഭവിക്കും. നെക്സ്റ്റ്, മെർക്കുറി പോയ്സണിങ്. മെയിൻ സോഴ്സസ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, മൈനിങ്, പെസ്റ്റിസൈഡ്സ്, കോൾ. ബോത്ത് ഇനോർഗാനിക് ആൻഡ് ഓർഗാനിക് ഫോംസ് ഓഫ് മെർക്കുറി ആർ ഹൈലി ടോക്സിക്. The disease caused due to mercury pollution is Minamata disease, and it occurs due to the consumption of heavily mercury contaminated fish. These mercury compounds enter the water body through effluents and at the bottom metabolically converted into methyl mercury compounds by anaerobic microbes. This methyl mercury is highly persistent and accumulates in food chain, soluble in lipids, and this accumulates in fatty tissues in animals. In Minamata Bay, all the mercury in seafood is as organic methyl mercury compounds, and the symptoms include malaise, numbness, visual disturbance, dysphagia, ataxia, mental deterioration, convulsions, and final death. അതായത് നെക്സ്റ്റ് നമ്മൾ മെർക്കുറി പോയ്സണിങ് ആണ് പറയുന്നത്. മെർക്കുറി പൊല്യൂഷൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, മൈനിങ്, അതുപോലെ പെസ്റ്റിസൈഡ്സ്, കോൾ. പെസ്റ്റിസൈഡ്സ് മെർക്കുറി പൊല്യൂഷനിൽ മെയിനായിട്ടുള്ള ഒരെണ്ണമാണ് ഈ പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ മെർക്കുറിയുടെ ഓർഗാനിക് ഫോംസും ഇനോർഗാനിക് ഫോംസും രണ്ടും ഭയങ്കര ടോക്സിക്കാണ്. അതുപോലെ ഈ മെർക്കുറി പൊല്യൂഷൻ കാരണം ഉണ്ടായ മെയിൻ ഡിസീസാണ് മിനമാറ്റ ഡിസീസ് എന്ന് പറയുന്നത്. നമ്മൾ കാഡ്മിയത്തിൽ ഇറ്റായി പറഞ്ഞു. അതുപോലെ മെർക്കുറിയിൽ വരുന്ന ഒരു ഡിസീസാണ് മിനമാറ്റ ഡിസീസ്. ഇത് ജപ്പാനിൽ മിനമാറ്റ ബേയിൽ ആണ് ഫസ്റ്റ് ഔട്ട് ബ്രേക്ക് ഉണ്ടായത്. ഈ മിനമാറ്റ ഡിസീസ് ഉണ്ടായത് ഈ മെർക്കുറി കണ്ടാമിനേറ്റഡ് ഫിഷ് കൺസ്യൂം ചെയ്തപ്പോഴത്തേക്കാണ് ഈ മിനമാറ്റ ഡിസീസ് ഉണ്ടായത്. ഇവിടെ എന്താ നടക്കുന്നത്? ഈ എഫ്ലുവൻസ് വഴി, അതായത് ഈ വേസ്റ്റ് വാട്ടർ നമ്മുടെ വാട്ടർ ബോഡീസിലോട്ട് എൻ്റർ ചെയ്തിട്ട് അവിടെ ബോട്ടത്തിൽ വെച്ചിട്ട് എന്താവും? ഈ മെർക്കുറി മീഥൈൽ മെർക്കുറി കോമ്പൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യും ബൈ അനറോബിക് മൈക്രോബ്സ്. റിവറിലോ സീസിലോ ഒക്കെ ഓഷ്യനിലൊക്കെ ഇത് എൻ്റർ ആയിട്ട് ബോട്ടത്തിൽ വെച്ചിട്ട്, അതായത് ബോട്ടത്തിൽ അനറോബിക് കണ്ടീഷനാണ്. അപ്പം അനറോബിക് മൈക്രോബ്സ് മെർക്കുറീനെ മീഥൈൽ മെർക്കുറി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ മീഥൈൽ മെർക്കുറി എന്ന് പറയുന്നത് ഹൈലി പെർസിസ്റ്റൻ്റ് ആണ്. ഇത് ഒരുപാട് കാലം നിൽക്കും. എന്നിട്ടിത് ഫുഡ് ചെയിനിൽ അക്യൂമുലേറ്റ് ആയിട്ട്
ഇത് അനിമൽസിൻ്റെ ഫാറ്റി ടിഷ്യൂസിലാണ് ഇത് വരുന്നത്, അക്യുമുലേറ്റ് ആവുന്നത്. കാരണം ഇതെന്താണ്, ലിപ്പിഡ്സിൽ സോളുബിളാണ്. സോളുബിൾ ഇൻ ലിപ്പിഡ്സ്. ഈ മിഥൈൽ മെർക്കുറി എന്ന് പറയുന്നത് ലിപ്പിഡ്സിൽ സോളുബിളാണ്. അപ്പോൾ അനിമൽസിൻ്റെ ഫാറ്റി ടിഷ്യൂസിലാണ് ഇത് അക്യുമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മിനമേറ്റ ബേയിലാണ് ഈ മിനമേറ്റ ഡിസീസ് ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ മിനമേറ്റ ഡിസീസിൽ എല്ലാ മെർക്കുറിയും എന്ത് ഫോമിലായിരുന്നു? ഓർഗാനിക് മീഥൈൽ മെർക്കുറി ഫോമിലായിരുന്നു. അപ്പോൾ മിനമേറ്റ ഡിസീസിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് മലൈസ്, നംനെസ്. മലൈസ് എന്ന് പറയുന്ന ഒരു അസ്വസ്ഥതയാണ്, അസ്വസ്ഥത, ക്ഷീണം എന്നൊക്കെ പറയും മലൈസ്. നംനെസ്, പിന്നെ അതുപോലെ കാഴ്ചയ്ക്കുള്ള ബുദ്ധിമുട്ട്, വിഷ്വൽ ഡിസ്റ്റർബൻസ്, ഡിസ്ഫേസിയ, അറ്റാക്സിയ. ഇതൊക്കെ എന്താണ്? ഡിസ്ഫേസിയ എന്ന് പറയുന്നത് സ്പീച്ചിലുള്ള ഒരു ബുദ്ധിമുട്ടാണ്, സ്പീച്ചിനുണ്ടുള്ള ബുദ്ധിമുട്ട്. അതുപോലെ അറ്റാക്സിയ നമ്മുടെ മൂവ്മെൻറ്റ്സിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് അറ്റാക്സിയ എന്ന് പറയുന്നത്. അതുപോലെ മെൻ്റൽ ഡിറ്റീരിയേഷൻ. അങ്ങനെ ഫൈനൽ എന്താണ്? ഡെത്ത് സംഭവിക്കും. പിന്നെ ഇതിന് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്, ഒരു ആൻറ്റിഡോട്ട് എന്ന് പറയുന്നത് ബാൽ അല്ലെങ്കിൽ ഡൈ മെർക്കാപ്രോൾ എന്ന് പറയും. അങ്ങനെ ഒരു മെഡിസിനാണ് ഈ മിനമേറ്റ ഡിസീസിന് കൊടുക്കുന്നത്. ദെൻ സോഴ്സ് ഓഫ് കോപ്പർ പൊല്യൂഷൻ ഇൻക്ലൂഡ് മെറ്റൽ പ്ലേറ്റിംഗ്, ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, മൈനിങ്, മിനറൽ ലീച്ചിങ് എക്സെട്ര. ഇറ്റ്സ് നോട്ട് വെരി ടോക്സിക് ടു അനിമൽസ്, മോഡറേറ്റ് ടോക്സിക് ടു പ്ലാന്റ്സ് ആൻഡ് ആൽഗെ. ഇത് നെക്സ്റ്റ് കോപ്പർ പൊല്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സോഴ്സാണ് ഈ മെറ്റൽ പ്ലേറ്റിംഗ്, ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, മൈനിങ്, മിനറൽ ലീച്ചിങ് പോലുള്ളത്. ഇത് അനിമൽസിനൊന്നും ഭയങ്കര ടോക്സിക് അല്ല, പ്ലാന്റ്സിനും ആൽഗയിലൊക്കെ ചെറിയ രീതിയിൽ ടോക്സിക് ആണ്. The following is a non-point source of water pollution. Answer option C, urban and suburban lands. So urban and suburban lands is a non-point source of water pollution. Water pollution is of two types: non-point source water pollution and point source water pollution. Non-point source water pollution is otherwise known as diffuse source pollution. This non-point source pollution arises from a broad group of human activities for which the pollutants have no obvious point of entry into receiving water courses. These are dispersed and often difficult to identify. Example, pesticides sprayed into the air or blown by the wind into the atmosphere, runoff of fertilizers and pesticides from farmlands and suburban lawns and gardens into streams and lakes. Then point source pollution. These are single identifiable sources. Example, stack of a coal burning power or industrial plant, drain pipe of a factory, exhaust pipe of an automobile. And these can be easily measured. Non-point source water pollution, point source water pollution ആണ്. അതിലെ നോൺ പോയിൻ്റ് സോഴ്സ് വാട്ടർ പൊല്യൂഷനെ നമ്മൾ ഡിഫ്യൂസ് സോഴ്സ് പൊല്യൂഷൻ എന്നും പറയും. നോൺ പോയിൻ്റ് സോഴ്സ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പല ഭാഗത്ത് നിന്നുള്ള ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൊണ്ടുണ്ടാകുന്ന പൊല്യൂട്ടൻസ് ആണ്. ഇതിന് പ്രത്യേകിച്ചൊരു പോയിൻ്റ് ഇല്ല. അതായത് ഞാൻ പറഞ്ഞല്ലോ, പല ഭാഗത്ത് നിന്ന് ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൊണ്ടുണ്ടാകുന്ന പൊല്യൂട്ടൻസ് വാട്ടർ ബോഡീസിൽ എൻ്റർ ചെയ്ത് വാട്ടറിനെ പൊല്യൂട്ടഡ് ആക്കി മാറ്റും. അപ്പോൾ അതിനെയാണ് നമ്മൾ നോൺ പോയിൻ്റ് സോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇത് ഡിസ്പേഴ്സ് സ്പ്രെഡായി കിടക്കുകയാണ്. അപ്പം പല ഭാഗത്തു നിന്ന് വരുന്നില്ല, അപ്പം അത് സ്പ്രെഡായി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് നമ്മുടെ എയറിലും ഉള്ള പെസ്റ്റിസൈഡ്സ്, അതുപോലെ വിൻഡ് കൊണ്ടുവരുന്ന പൊല്യൂട്ടൻസ്, പിന്നെ അതുപോലെ ഫാം ലാൻഡ്സ്, സബർബൻ ലോൺസിൽ നിന്നൊക്കെ ഉള്ള ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, ഇതെല്ലാം ഗാർഡൻസിൽ നിന്ന് വാട്ടർ ബോഡീസിലോട്ട് എൻ്റർ ആവും. ദെൻ പോയിൻ്റ് സോഴ്സ് പൊല്യൂഷൻ എന്ന് പറയുന്നത് ഞാൻ സിംഗിൾ ഐഡൻറ്റിഫയബിൾ സോഴ്സാണ്. പ്രത്യേകിച്ച് ഒരു പോയിൻ്റ് സോഴ്സ് അല്ലെങ്കിൽ ഒരു സിംഗിൾ സോഴ്സിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ, സ്റ്റാക്ക് ഓഫ് കോൾ ബേണിംഗ് പവർ ഓർ ഇൻഡസ്ട്രിയൽ പ്ലാന്റ്. അപ്പം ഈ പുകക്കുഴലൊക്കെ അല്ലേ ഈ ഇൻഡസ്ട്രീസ്, അതിനെയാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. അത് പിന്നെ അതുപോലെ ഫാക്ടറീസിലെ ഡ്രെയിനേജ് പൈപ്പ്, പിന്നെ ഓട്ടോമൊബൈൽസിലെ എക്സോസ്റ്റ് പൈപ്പ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വരുന്ന പൊല്യൂട്ടൻസ് കാരണം ഉണ്ടാകുന്ന പൊല്യൂഷനാണ് പോയിൻ്റ് സോഴ്സ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്താണ് ഈസിലി പെട്ടെന്ന് മെഷർ ചെയ്യാൻ പറ്റും, അങ്ങനെ കൺട്രോൾ ചെയ്യാനും പറ്റും. അപ്പം പല ഭാഗത്തു നിന്ന് വരുന്ന പൊല്യൂട്ടൻസ് എല്ലാം വാട്ടർ ബോഡീസിൽ എൻ്റർ ചെയ്യുന്നതിനാണ് നമ്മൾ നോൺ പോയിൻ്റ് സോഴ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് മെഷർ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതേസമയം പോയിൻ്റ് സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഒരു പോയിന്റിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും മെഷർ ചെയ്യാനും ഈസിയാണ്. നെക്സ്റ്റ്, പോയിൻ്റ് സോഴ്സസ് ഏതൊക്കെയാണ് വരുന്നത്, അതുപോലെ നോൺ പോയിൻ്റ് സോഴ്സസ്, അത് ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കുക. പോയിൻ്റ് സോഴ്സസ് എന്ന് പറയുമ്പോൾ വേസ്റ്റ് വാട്ടർ എഫ്ലുവൻറ്റ് ഫ്രം മുനിസിപ്പൽ ആൻഡ് industries, then runoff and leakage from waste disposal systems, runoff and infiltration from animal feedlots,
runoff from mines, oil fields, unsewered industrial sites, overflows of combined storm and sanitary sewers, untreated sewage. Then non-point sources വരുന്നത് runoff from agriculture due to fertilizers and pesticides or irrigation, runoff from pasture and range. Pasture എന്ന് പറഞ്ഞാൽ ഗ്രാസ് ലാൻഡ്സിനെയാണ് pasture എന്ന് പറയുന്നത്. Then urban runoff from unsewered areas, septic tank leakage, runoff from abandoned mines, atmospheric deposition over a water surface, other land activities generating contaminants. Next question, measuring BOD is primarily used for. Answer option C, estimating the quantity of organic matter in sewage water. So measuring BOD is primarily used for estimating the quantity of organic matter in sewage water. So BOD എന്താണെന്ന് നോക്കാം. BOD or biochemical oxygen demand is the amount of oxygen required for biological oxidation by microbes in any unit volume of water. നമുക്കെല്ലാം അറിയാം, അതായത് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ മൈക്രോബ്സ് ഡീകമ്പോസ് ചെയ്യും. ഇവിടെ എന്താ പറയുന്നത്, വാട്ടറിലുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഓക്സിജൻ്റെ പ്രസൻസിൽ മൈക്രോബ്സ് ഡീകമ്പോസ് ചെയ്യും. അപ്പം എത്ര ഓക്സിജൻ ആണോ ഈ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഡീകമ്പോസ് ചെയ്യാൻ മൈക്രോബ്സ് യൂസ് ചെയ്യുന്ന ആ ഓക്സിജൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ BOD എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വാട്ടറിൽ കാണപ്പെടുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സിനെ മൈക്രോബ്സ് ഡീകമ്പോസ് ചെയ്യും. അപ്പം എന്ത് യൂസ് ചെയ്ത്, ഓക്സിജൻ യൂസ് ചെയ്താണ് ഡീകമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ എത്ര ഓക്സിജൻ ആണോ ഈ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഡീകമ്പോസ് ചെയ്യാൻ മൈക്രോബ്സ് യൂസ് ചെയ്യുന്ന ആ ഒരു ഓക്സിജൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ BOD അല്ലെങ്കിൽ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. So biochemical oxygen demand or BOD is the amount of oxygen required for biological oxidation by microbes in any unit volume of water. The test is done at 20 degree Celsius for at least 5 days. അതായത് ഇവിടുത്തെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 5 days ആണ് 20 ഡിഗ്രി സെൽഷ്യസിൽ. ദെൻ എൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, മില്ലിഗ്രാം പെർ ലിറ്റർ ഓർ പാർട്സ് പെർ മില്യൺ. അപ്പം ഇത് എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ്, BOD എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് മില്ലിഗ്രാം പെർ ലിറ്റർ ഓർ പാർട്സ് പെർ മില്യൺ. ദെൻ ഫോർ പ്യുവർ വാട്ടർ BOD വാല്യൂ ഈസ് 1 to 3 മില്ലിഗ്രാം പെർ ലിറ്റർ. പ്യുവർ വാട്ടറിൻ്റെ BOD എപ്പോഴും 1 to 3 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ്. Then BOD values approximates the amount of oxidizable organic matter and therefore used as a measure of degree of water pollution and waste level. നമ്മൾ പറഞ്ഞത് തന്നെയാണ് എന്താണ് BOD values എന്ന് പറയുന്നത്, എത്ര ഓർഗാനിക് മാറ്റർ ഓക്സിഡൈസ് ചെയ്തു, അല്ലെങ്കിൽ ആ ഓർഗാനിക് മാറ്റർ ഓക്സിഡൈസ് ചെയ്യാൻ എത്ര ഓക്സിജൻ യൂസ് ചെയ്തു, അതിനെയാണ് നമ്മൾ BOD വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് വാട്ടർ പൊല്യൂഷൻ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യാം. അതുപോലെ എത്ര വേസ്റ്റ് കണ്ടൻറ്റ് ഉണ്ടെന്ന്, വാട്ടറിൽ എത്ര വേസ്റ്റ് ഉണ്ടെന്ന് മെഷർ ചെയ്യാം. ഇതിനൊക്കെ നമ്മൾ ഈ BOD വാല്യൂസ് യൂസ് ചെയ്യുന്നുണ്ട്. So this BOD value is proportional to the amount of organic waste present in water. The more the BOD of a water body, the more it is polluted. എത്രത്തോളം BOD വാല്യൂ കൂടുന്നോ അത്രയും വാട്ടർ പൊല്യൂട്ടഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഈ വേസ്റ്റ് വാട്ടറിനകത്ത് എന്തുണ്ട്, ഓർഗാനിക് മാറ്റർ ഉണ്ട്. അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടർ മൈക്രോ ഓർഗാനിസംസും ഉണ്ടാകും. അതുപോലെ നമ്മുടെ ഡിസോൾഡ് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഡൈലൂഷൻ വാട്ടറാണ്. ദെൻ ഇവിടെ നടക്കുന്ന റിയാക്ഷൻസ് പ്രൈമറി റിയാക്ഷനും ഉണ്ട്, സെക്കൻഡറി റിയാക്ഷനും ഉണ്ട്. പ്രൈമറി റിയാക്ഷനിൽ എന്താ നടക്കുന്നത്, ഈ വേസ്റ്റ് വാട്ടറിലുള്ള ബാക്ടീരിയ ഇതിലുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെ യൂട്ടിലൈസ് ചെയ്ത് എന്താക്കി മാറ്റും, കാർബൺ ഡൈ ഓക്സൈഡാക്കി മാറ്റും. അപ്പോൾ മൈക്രോബ്സ് ഓക്സിജൻ്റെ പ്രസൻസിൽ ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യുന്നു, എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബാക്ടീരിയ പോപ്പുലേഷനിൽ ഒരു ഇൻക്രീസ് ഉണ്ടാകുന്നു. സെക്കൻഡറി റിയാക്ഷനായിട്ട് പറയുന്നത് എഗെയിൻ ഈ മൈക്രോ ഓർഗാനിസംസ് ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്ത് പ്രോട്ടോസോവേനെ കൺസ്യൂം ചെയ്യുന്നു. അങ്ങനെ രണ്ട് റിയാക്ഷൻസ് ആണ്. ഫസ്റ്റ് റിയാക്ഷനിൽ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ മൈക്രോബ്സ് ഡീകമ്പോസ് ചെയ്യുന്നു, അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്ത് ബാക്ടീരിയ പോപ്പുലേഷനിൽ ഒരു ഇൻക്രീസ് ചെയ്യുന്നു. സെക്കൻഡറി റിയാക്ഷനായിട്ട് പറയുന്നത് ഈ മൈക്രോബ്സ് ഓക്സിജൻ അപ്ടേക്ക് ചെയ്തിട്ട് പ്രോട്ടോസോവേനെ കൺസ്യൂം ചെയ്യുന്നു. ഓക്സിജൻ്റെ പ്രസൻസിൽ പ്രോട്ടോസോവേനെ കൺസ്യൂം ചെയ്യുന്നു. ദെൻ ഈ BOD എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, BOD ഈസ് ഈക്വൽ ടു D1 - D2/P എന്നാണ് പറയുന്നത്. അതായത് D1 എന്ന് പറയുന്നത് ഇനിഷ്യൽ
dissolved oxygen of the diluted wastewater sample about 15 minutes after preparation. അതായത് എന്താണ്, നമ്മൾ വേസ്റ്റ് വാട്ടർ എടുത്ത് അതിനെ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് ഒരു 15 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് ഉള്ള വാല്യൂവിനെയാണ് നമ്മൾ D1 എന്ന് പറയുന്നത്, അതായത് ഇനിഷ്യൽ ഡിസോൾഡ് ഓക്സിജൻ. ദെൻ D2 എന്ന് പറയുന്നത് ഫൈനൽ DO ഓഫ് ദ ഡൈലൂട്ടഡ് വേസ്റ്റ് വാട്ടർ സാമ്പിൾ ആഫ്റ്റർ ഇൻക്യുബേഷൻ ഫോർ 5 days. നമ്മൾ പറഞ്ഞല്ലോ ഇതിൻ്റെ ഇൻക്യുബേഷൻ ടൈം എന്ന് പറയുന്നത് 5 days ആണ്. അപ്പോൾ ആ ഇൻക്യുബേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു വാട്ടർ സാമ്പിളിലുള്ള DOനെയാണ് നമ്മൾ എന്താ പറയുന്നത്, D2 എന്ന് പറയുന്നത്. ഇനിഷ്യൽ DO ഉണ്ട്, ഫൈനൽ DO ഉണ്ട്. അപ്പോൾ ഇനിഷ്യൽ DO എന്ന് പറഞ്ഞാൽ D1, ഫൈനൽ DO എന്ന് പറഞ്ഞാൽ D2. P എന്ന് പറയുന്നത് ഡെസിമൽ ഫ്രാക്ഷൻ ഓഫ് ദ വേസ്റ്റ് വാട്ടർ സാമ്പിൾ യൂസ്ഡ്. Then എന്താണ്, depletion of dissolved oxygen in the test bottle is directly related to the amount of degradable organic matter. അതായത് എന്താണ്, എത്രത്തോളം ഓക്സിജൻ കുറഞ്ഞോ അതുപോലെ അതിനകത്തുള്ള ആ വേസ്റ്റ് വാട്ടറിനകത്തുള്ള ഓർഗാനിക് മാറ്ററും എന്താണ്, ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആണ്. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് BOD. BODനെ എന്തൊക്കെ ഫാക്ടറാണ് എഫക്റ്റ് ചെയ്യുന്നത്? The temperature, then pH value of the water, then presence of certain kinds of microorganisms that affect the growth of the aerobic bacteria, then type of inorganic substances in water, then amount and type of organic substance in water. ഇതൊക്കെയാണ് BODനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. നെക്സ്റ്റ് COD നോക്കാം. COD എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അവിടെ എന്താ സംഭവിക്കുന്നത്, ബയോകെമിക്കൽ. അപ്പോൾ മൈക്രോബ്സ് നമ്മുടെ ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യുന്നു. ഇവിടെ എന്താണ്, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ യൂസ് ചെയ്ത് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഡീകമ്പോസ് ചെയ്യുന്നു. So COD or chemical oxygen demand is the measure of oxygen required in oxidizing the organic compounds present in water by means of chemical reactions involving oxidizing substances such as potassium dichromate and potassium permanganate. അപ്പം COD എന്ന് പറയുമ്പോൾ എന്താണ്, വേസ്റ്റ് വാട്ടറിലുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെ എന്താണ്, ഓക്സിജൻ്റെ പ്രസൻസിൽ കെമിക്കൽ റിയാക്ഷൻസ് യൂസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഓക്സിഡൈസ് ചെയ്യുന്നു. then അവിടെ ഉപയോഗിക്കുന്ന ഓക്സിഡൈസിങ് ഏജൻസ് എന്ന് പറയുന്നത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. Then the estimation of COD is of great importance for water having unfavorable conditions for the growth of microorganisms. അപ്പം എന്താണ്, മൈക്രോ ഓർഗാനിസംസിൻ്റെ ഗ്രോത്തിന് അൺഫേവറബിൾ ആയിട്ടുള്ള, അതായത് അതിന് അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ഉള്ളപ്പോഴത്തേക്കാണ് നമ്മൾ COD എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. കാരണം മൈക്രോ ഓർഗാനിസംസ്, അതായത് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഡീകമ്പോസ് ചെയ്യാൻ മൈക്രോബ്സ് ഇല്ല. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കാണ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻ ഉപയോഗിച്ച് നമ്മൾ COD മെഷർ ചെയ്യുന്നത്. Then COD value is useful for industrial wastewater studies. COD value is always higher than the BOD of the sample, and any COD value higher than 250 milligram per liter is regarded as indicative of pollution. നമ്മൾ സാധാരണ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടറിലൊക്കെയാണ് നമ്മൾ COD വാല്യൂ നമ്മൾ മെഷർ ചെയ്യുന്നത്. എപ്പോഴും BOD വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും COD വാല്യൂ എന്ന് പറയുന്നത്. അതുപോലെ എന്താണ്, COD വാല്യൂ 250 milligram per ലിറ്ററിൽ ഹയറിലാവുമ്പോഴത്തേക്കാണ് വാട്ടർ പൊല്യൂഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എപ്പോഴും പൊല്യൂഷൻ എന്ന് പറയുന്നത് COD വാല്യൂ 250 milligram per ലിറ്ററിനേക്കാളും കൂടുതലാകുമ്പോഴാണ്. Next question, the process of nutrient enrichment is termed as, answer option A, eutrophication. So the process of nutrient enrichment is termed as eutrophication. Eutrophication is derived from the Greek word eutrophos, meaning well nourished. Due to addition of domestic waste or sewage, phosphates, nitrates from waste or their decomposition products in water bodies, the water bodies become rich in nutrients and become highly productive or eutrophic, a phenomenon called eutrophication. This addition of nutrients stimulate the luxuriant growth of algae. And here blue-green algae begin to predominate, forms algal blooms or blankets of algae. These algal blooms are not utilized by zooplanktons, and they compete with other aquatic plants for light for photosynthesis, and thus oxygen level is depleted. Decomposition of blooms also leads to oxygen depletion in water, and these algal blooms also release
some toxic chemicals and they kill fish, birds and other animals and the water begins to stink. Thus, in a poorly oxygenated water with high carbon dioxide levels, fish and other animals begin to die and clean water body is turned into a stinking drain. അതായത് നമ്മളിവിടെ യൂട്രോഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത് യൂട്രോഫോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തത്. യൂട്രോഫോസിൻ്റെ മീനിങ് വെൽ നറിഷ്ഡ് എന്നാണ്. എന്താണ് യൂട്രോഫിക്കേഷൻ? അതായത് നമ്മുടെ ഈ ഡൊമസ്റ്റിക് വേസ്റ്റ്, അതായത് സീവേജ് പോലുള്ളത് വാട്ടർ ബോഡീസിൽ എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? വാട്ടർ ബോഡി ന്യൂട്രിയൻസിൽ റിച്ച് ആവും. കാരണം ഈ സീവേജിലൊക്കെ കൂടുതലും ഫോസ്ഫേറ്റ്സ്, നൈട്രേറ്റ്സ് പോലുള്ള സോൾസ് കാണും. അപ്പം എന്താണ്, വാട്ടർ ബോഡീസ് ഈ ഫോസ്ഫേറ്റ്സ്, നൈട്രേറ്റ്സ് ഒക്കെ കൊണ്ട് ദേ ബിക്കം റിച്ച് ഇൻ ന്യൂട്രിയൻസിൽ റിച്ച് ആവും. ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ യൂട്രോഫിക്കേഷൻ കാരണം എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞല്ലോ ഒത്തിരി ന്യൂട്രിയൻസ് ഈ വാട്ടർ ബോഡിയിൽ കാണും. അപ്പോൾ അത് ആൽഗേൻ്റെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ആൽഗ ഒത്തിരി അങ്ങ് ഗ്രോ ചെയ്യും. അങ്ങനെ കൂടുതൽ ബ്ലൂ ഗ്രീൻ ആൽഗയാണ് ഇവിടെ പ്രിഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പം ആ ബ്ലൂ ഗ്രീൻ ആൽഗെ പ്രിഡോമിനേറ്റ് ചെയ്ത് അവിടെ ഒരു ആൽഗൽ ബ്ലൂംസ് ഫോം ചെയ്യും. അല്ലെങ്കിൽ ഇതിനെ ബ്ലാങ്കറ്റ്സ് ഓഫ് ആൽഗെ എന്ന് പറയും. അതായത് നമുക്ക് ശ്രദ്ധിച്ചറിയാം, ചില ലേക്സൊക്കെ നല്ല പച്ചപ്പോടെ കിടക്കും. അതായത് ഫുൾ അതിൻ്റെ ഒരു ആൽഗെ കൊണ്ട് ഒരു മെത്ത പോലെ കാണപ്പെടും. അപ്പോൾ അതിനെയാണ് നമ്മൾ ആൽഗൽ ബ്ലൂംസ് അല്ലെങ്കിൽ ബ്ലാങ്കറ്റ്സ് ഓഫ് ആൽഗെ എന്ന് പറയുന്നത്. ഈ ആൽഗൽ ബ്ലൂംസിനെ സൂ പ്ലാങ്ക്ടൻസ് ഒന്നും യൂസ് ചെയ്യില്ല. അപ്പോൾ എന്ത് ചെയ്യും? അവിടെയുള്ള അക്വാറ്റിക് പ്ലാന്റ്സും ഈ ആൽഗയും തമ്മിൽ ലൈറ്റ്, ഫോട്ടോസിന്തസിസ് നടക്കാൻ ലൈറ്റ് ആവശ്യമാണ്. അപ്പോൾ ഈ ലൈറ്റിന് വേണ്ടിയിട്ടൊരു കോമ്പറ്റീഷൻ നടക്കും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും? ഫോട്ടോസിന്തസിസ് കുറയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നത്? ഓക്സിജൻ ലെവൽ വന്നിട്ട് കുറയും. അതുപോലെ തന്നെ എന്താണ്, ഈ ആൽഗൽ ബ്ലൂംസിൻ്റെ ഡീകമ്പോസിഷൻ നടക്കും. എന്തിൽ? എയറോബിക് ബാക്ടീരിയ, അതായത് ഓക്സിജൻ്റെ പ്രസൻസിലാണ് ഈ ഡീകമ്പോസിഷൻ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ആൽഗൽ ബ്ലൂംസ് കൂടുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ഒത്തിരി ഡീകമ്പോസിഷൻ ആവശ്യവും. അപ്പം ഒത്തിരി ഓക്സിജൻ അവിടെ യൂസ് ചെയ്യും. അങ്ങനെയും ഓക്സിജൻ ലെവൽ കുറയും. അങ്ങനെ ആ വാട്ടർ ബോഡിയിൽ എന്താ സംഭവിക്കുന്നത്? ഓക്സിജൻ ലെവൽ കുറവായിരിക്കും. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ കൂടുതലായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഈ ആൽഗൽ ബ്ലൂംസ് കുറച്ച് ടോക്സിൻസ് റിലീസ് ചെയ്യും. ഈ ടോക്സിൻസ് അക്വാട്ടിക് അനിമൽസ്, അതായത് ഫിഷ്, ബേർഡ്സ് പോലെയുള്ള അക്വാട്ടിക് അനിമൽസിന് ഇത് നശിപ്പിക്കുകയും അങ്ങനെ ഈ വാട്ടർ ബോഡി ഒരു ബാഡ് സ്മെല്ലുണ്ടാക്കും. അപ്പം പുവർ ഓക്സിജൻ ആയിരിക്കും, പക്ഷേ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ലെവലായിരിക്കും. അങ്ങനെ ഈ അനിമൽസ് എല്ലാം നശിച്ചു പോവുകയും അങ്ങനെ ക്ലീൻ ആയിട്ടുള്ള വാട്ടർ ബോഡി എന്ത് ചെയ്യും? ഒരു ബാഡ് സ്മെല്ലോടെ ഒരു ഡേർട്ടി ആയിട്ടുള്ളൊരു വാട്ടർ ബോഡി ആയിട്ട് മാറും. Then methods to stop eutrophication. The wastewater must be treated before it's discharged into lake or river, and this limits its nutrient input. Then stimulate bacterial multiplication to reduce the amount of nutrients solubilized in water, and this disrupt the algal food web. Then to remove dissolved nutrients from water by physical or chemical methods. Example, phosphorus by precipitation, nitrogen by biological nitrification and denitrification, air stripping of ammonia from an alkalized wastewater, ion exchange, electrodialysis or reverse osmosis. പിന്നെ നമ്മൾ പറയുന്നത് യൂട്രോഫിക്കേഷൻ എങ്ങനെയൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഫസ്റ്റ്, ഈ ലേക്കിലോട്ടോ റിവറിലോട്ടോ ഈ വേസ്റ്റ് വാട്ടറിനെ വരുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക? ഈ വേസ്റ്റ് വാട്ടറിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുക. അങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഫോസ്ഫേറ്റ്സ്, നൈട്രേറ്റ്സ് പോലുള്ള കോമ്പൗണ്ട്സിനെ എല്ലാം റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ന്യൂട്രിയൻ്റ് ഇൻപുട്ട് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ബാക്ടീരിയൽ മൾട്ടിപ്ലിക്കേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുക. അങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ന്യൂട്രിയൻസിനെ എല്ലാം ഇത് ഡീകമ്പോസ് ചെയ്യും. അങ്ങനെ ഡീകമ്പോസ് ചെയ്യുമ്പോഴത്തേക്കും എന്താ? ന്യൂട്രിയൻസിൻ്റെ അളവ് കുറയും. അങ്ങനെ ഇത് ആൽഗൽ ഫുഡ് വെബിനെയും ഡിസ്ട്രപ്റ്റ് ചെയ്യും. ദെൻ ഈ പറഞ്ഞ ന്യൂട്രിയൻസ്, അതായത് ഫോസ്ഫേറ്റ്സ്, നൈട്രേറ്റ്സ് പോലുള്ള ന്യൂട്രിയൻസിനെ ഫിസിക്കൽ, കെമിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ച് നമുക്ക് റിമൂവ് ചെയ്യാം. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫോസ്ഫറസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് പ്രസിപ്പിറ്റേഷൻ. നൈട്രജനെ റിമൂവ് ചെയ്യുന്ന മെത്തേഡ്സാണ് ബയോളജിക്കൽ നൈട്രിഫിക്കേഷൻ ആൻഡ് ഡീനൈട്രിഫിക്കേഷൻ. ദെൻ എയർ സ്ട്രിപ്പിംഗ് പ്രോസസ്, അയൺ എക്സ്ചേഞ്ച്, ഇലക്ട്രോഡയാലിസിസ്, റിവേഴ്സ് ഓസ്മോസിസ്. ഇങ്ങനെയുള്ള ഫിസിക്കൽ മെത്തേഡ്സ് അതുപോലെ കെമിക്കൽ മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ ന്യൂട്രിയൻസിനെ നമുക്ക് എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാം. അപ്പം 3 മെത്തേഡ്സാണ് പറയുന്നത്. ഒന്ന്, നമ്മൾ വാട്ടറിനെ ഫസ്റ്റ് തന്നെ ട്രീറ്റ് ചെയ്തിട്ട് റിവേഴ്സിലോട്ടൊക്കെ വിടുക. സെക്കൻഡ്, നമ്മൾ ബാക്ടീരിയൽ മൾട്ടിപ്ലിക്കേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുക. തേർഡ് എന്ന് പറയുന്നത് ഫിസിക്കൽ മെത്തേഡ്സ് അല്ലെങ്കിൽ കെമിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്ത് നമ്മൾ ഈ ന്യൂട്രിയൻസിനെ റിമൂവ് ചെയ്യുക.
Next question, green water is the sign of? Answer option B, nutrient enriched water. So green water is the sign of nutrient enriched water. നമുക്കെല്ലാം അറിയാം, സീവേജ് പോലുള്ള വേസ്റ്റ് വാട്ടർ ബോഡീസിൽ എൻ്റർ ആകുമ്പം ഫോസ്ഫേറ്റ്, നൈട്രേറ്റ്സ് പോലുള്ള ഫെർട്ടിലൈസേഴ്സ് കാരണം വാട്ടർ ന്യൂട്രിയൻ റിച്ച് ആയിട്ട് മാറും. ഇങ്ങനെയുള്ള ന്യൂട്രിയൻ റിച്ച് വാട്ടറിൽ ആൽഗെ കൂടുതലായിട്ട് കാണപ്പെടും. കാരണം ഈ ന്യൂട്രിയൻസ് ആൽഗൽ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. സോ ഈ ആൽഗയുടെ പ്രസൻസ് കൊണ്ട് വാട്ടർ ഗ്രീൻ കളറിൽ കാണുന്നു. അതാണ് ഗ്രീൻ വാട്ടർ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഗ്രീൻ വാട്ടർ എൻ്റെ സൈൻ എന്ന് പറയുന്നത് ന്യൂട്രിയൻറ്റ് എൻറിച്ച് വാട്ടറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്ലൂറൈഡ് പൊല്യൂഷൻ മെയിൻലി അഫക്ട്സ്? ആൻസർ ഓപ്ഷൻ ഡി, ടീത്ത്. Fluoride pollution mainly affects teeth. The main sources of fluoride pollution includes natural geological sources, industrial waste, water additives. Prolonged intake of fluoride containing water stiffens the bone joints, particularly of spinal cord. Fluoride is not absorbed in the bloodstream. It has an affinity with calcium and thus gets accumulated in bones, resulting in molding of teeth, pain in the bones and joint, and outward bending of legs from the knees, known as knock-knee syndrome. Fluoride levels more than 0.5 ppm over a period of 5 to 10 years results in fluorosis, terminating in crippling or paralysis. So fluoride പൊല്യൂഷൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ ജിയോളജിക്കൽ സോഴ്സസ്, അതുപോലെ ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്ന വേസ്റ്റ്, ദെൻ വാട്ടർ അഡിറ്റീവ്സ്. പിന്നെ ഈ ഫ്ലൂറൈഡ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ നമ്മൾ കുറേ കാലം നമ്മുടെ ബോഡിയിൽ കിടക്കുകയാണെങ്കിൽ ഇത് ബോൺ ജോയിൻസിനെ സ്റ്റിഫാക്കും. അതുപോലെ ഈ ഫ്ലൂറൈഡ് ബ്ലഡിൽ അബ്സോർബ് ചെയ്യില്ല. ഇത് കാൽഷ്യമായിട്ട് ഒരു അഫിനിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ ബോൺസിൽ കാൽഷ്യത്തിൻ്റെ കൂടെ അക്യുമുലേറ്റ് ചെയ്യും. അങ്ങനെ മോഡ്ലിംഗ് ഓഫ് ടീത്തിന് കാരണമാകും. മോഡ്ലിംഗ് ഓഫ് ടീത്ത് എന്ന് പറഞ്ഞാൽ ഡെൻ്റൽ ഫ്ലൂറോസിസ് ആണ്. ഡെൻ്റൽ ഫ്ലൂറോസിസ് വരുമ്പം എന്താണ്, എക്സസീവ് ഫ്ലൂറൈഡ് ഉണ്ടാവും, ഹൈപ്പോ മിനറലൈസേഷന് കാരണമാവും. ഹൈപ്പോ മിനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ മിനറൽസിൻ്റെ കണ്ടൻറ്റ് കുറയും. അതിനാണ് ഡെൻ്റൽ ഫ്ലൂറോസിസ് എന്ന് പറയുന്നത്. അതുപോലെ ടീത്തിലെ ഡിസ്കളറേഷൻ ഉണ്ടാക്കും. ദെൻ അതുപോലെ ഇത് ബോൺസിലും ജോയിൻസിലൊക്കെ പെയിൻ ഉണ്ടാക്കും. അതുപോലെ ഔട്ട്വേർഡ് ബെൻഡിങ് ഓഫ് ലെഗ്സ് ഫ്രം ദ നീസ്, മുട്ടയിൽ നിന്ന് കാലിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണും. അതിനെ നോക്ക്-നീ സിൻഡ്രോം എന്നാണ് പറയുന്നത്. അതുപോലെ ഒരു 0.5 ppm മുകളിൽ ഫ്ലൂറൈഡ് ലെവൽസ് ആകുവാണെങ്കിൽ നമുക്ക് പാരാലിസിസ് വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പം ഇതൊക്കെയാണ്. അപ്പം ഇത് നമ്മുടെ ടീത്തിനും ഇത് ബാധിക്കും. അതായത് ഡെൻ്റൽ ഫ്ലൂറോസിസ് ഉണ്ടാക്കും. അതുപോലെ ബോൺസിനും ജോയിൻസിനും എല്ലാം ഇത് അഡ്വേഴ്സ് എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിയോലൈറ്റ് സോഫ്റ്റനിങ് പ്രോസസ് റിമൂവ്സ്? Answer option C, both temporary and permanent hardness of water. So both temporary and permanent hardness of water can be removed by zeolite softening process. അപ്പോൾ നമ്മൾ ഹാർഡ്നെസ് നോക്കിയപ്പോൾ പറഞ്ഞു സിയോലൈറ്റ് പ്രോസസ്സ് എന്താ വാട്ടറിൻ്റെ പെർമനൻറ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന്. ബട്ട് ഇപ്പം പെർമനൻറ്റ് ഹാർഡ്നെസ് റിമൂവ് നമുക്ക് അറിയാം. ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബോയിലിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ബോയിലിംഗ് വഴി നമുക്ക് ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാം. എന്നാൽ പെർമനൻറ്റ് ഹാർഡ്നെസ്സിനാണ് നമ്മൾ ഈ സിയോലൈറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം പെർമനൻറ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്താൽ എന്തായാലും ടെമ്പററി ഹാർഡ്നെസ്സും അതുകൊണ്ട് റിമൂവ് ആവും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ദി സിയോലൈറ്റ് പ്രോസസ് ഇസ് യൂസ് ടു റിമൂവ് ബോത്ത് ടെമ്പററി ആൻഡ് പെർമനൻറ്റ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. ഇത് UPSCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ റീസൺ ഫോർ തെർമൽ പൊല്യൂഷൻ? Answer option C, hot water released by power plants and industries. So the main reason for thermal pollution is the hot water released by power plants and industries. The two physical pollutants present in power plant waste are heat and radioactive substances. These heat and radioactive substances are the waste from thermal and nuclear power plants which use large quantities of water. The quantity of wastewater is high in thermal power plants. This wastewater is returned after use at very high temperatures to the streams, and this affects aquatic life in these water bodies. Here
This pollution is known as thermal pollution since heat acts as a pollutant. പവർ പ്ലാന്റ് വേസ്റ്റിൽ കാണുന്ന 2 ഫിസിക്കൽ പൊല്യൂട്ടൻസ് ആണ് ഹീറ്റും റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസും. ഇതിൽ ഹീറ്റ് എന്ന് പറയുന്നത് തെർമൽ പവർ പ്ലാന്റിൽ നിന്ന് വരുന്ന വേസ്റ്റും അതുപോലെ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിലുള്ള പൊല്യൂട്ടൻറ്റുമാണ്. അപ്പം ഈ രണ്ട്, അതായത് തെർമൽ പവർ പ്ലാന്റ്സിലും ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിലും വാട്ടർ ഒരുപാട് യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ തെർമൽ പവർ പ്ലാന്റ്സിൽ വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഹൈ ആണ്. തെർമൽ പവർ പ്ലാന്റ്സിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാണ്. അപ്പം ഈ തെർമൽ പവർ പ്ലാന്റ്സിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടർ ഹൈ ടെമ്പറേച്ചറിലായിരിക്കും. അപ്പം ഇത് വാട്ടർ ബോഡീസിലോട്ട് എൻ്റർ ആകുമ്പോഴത്തേക്കും അക്വാട്ടിക് ലൈഫിനെ ഇത് അഫക്റ്റ് ചെയ്യും. കാരണം ഹൈ ടെമ്പറേച്ചറാണ്, വേസ്റ്റ് വാട്ടർ ഹൈ ടെമ്പറേച്ചറിലാണ്. അപ്പം ഇത് അക്വാട്ടിക് ലൈഫിനെ, ഈ വാട്ടർ ബോഡീസിലുള്ള അക്വാട്ടിക് ലൈഫിനെ അഫക്റ്റ് ചെയ്യും. അപ്പം ഈ തെർമൽ പൊല്യൂഷനെ ഈ പൊല്യൂഷനെ തെർമൽ എന്ന് പറയുന്ന കാരണം ഇവിടെ പൊല്യൂട്ടൻ്റായിട്ട് ആക്ട് ചെയ്യുന്ന ഹീറ്റാണ്. അപ്പം തെർമൽ പൊല്യൂഷനിൽ നിന്ന് കാരണം തന്നെയാണ്? ഹോട്ട് വാട്ടറാണ് അല്ലേ? ഈ തെർമൽ പവർ പ്ലാന്റ്സിൽ നിന്ന് വരുന്ന ഹോട്ട് വാട്ടറാണ് തെർമൽ പൊല്യൂഷന് കാരണമാകുന്നത്. Next question. Why parts of water bodies contain more number of algae? Answer option B, due to runoff excess fertilizers. So due to runoff excess fertilizers, the water bodies contain more number of algae. അപ്പോൾ നമ്മളിത് യൂട്രോഫിക്കേഷനിൽ പറഞ്ഞതാണ്. എന്താണ് യൂട്രോഫിക്കേഷൻ? നമ്മുടെ സീവേജ്, അതുപോലെ സീവേജ് പോലുള്ള വേസ്റ്റിൽ ന്യൂട്രിയൻസ്, ഫോസ്ഫേറ്റ്, നൈട്രേറ്റ്സ് പോലുള്ള ഫെർട്ടിലൈസേഴ്സ് കാരണം വാട്ടർ ബോഡീസ് ന്യൂട്രിയൻസിൽ റിച്ച് ആവും. ഇതിനെയാണ് നമ്മൾ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ യൂട്രോഫിക്കേഷൻ കാരണം ഇത് ആൽഗൽ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. കാരണം ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്, അപ്പോൾ അങ്ങനെ വാട്ടർ ബോഡീസ് റിച്ച് ആവും. ഇത് ആൽഗൽ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ ആൽഗെ കൂടുതൽ കാണപ്പെടാനുള്ള കാരണം എന്താണ്? ഡ്യൂ ടു റൺ ഓഫ് എക്സസ് ഫെർട്ടിലൈസേഴ്സ്. ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വേഗം കാണാം. താങ്ക് യു.